സൂപ്പർ പടമാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ചില റിവ്യൂസർമാർ പറയണുണ്ട് ദിലീപിൻ്റെ ഓവർ ആക്ടിങ് ആണ്, അഭിനയമാണെന്ന്. എന്തൊരു ഉദ്ദേശിച്ചിട്ട് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇങ്ങനെ കുറേ നാൾക്ക് വെച്ച ഒരു നല്ലൊരു പടം. സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നതിന് ഒരു നല്ലൊരു മെസ്സേജ് മൂവിയായിരുന്നു. കോമഡി ഉള്ളതുകൊണ്ട് തന്നെയാണ് വന്നത്. ദിലീപിൻ്റെ സിനിമയെല്ലാം കൂടുതൽ കോമഡി ആണല്ലോ, അത് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് വന്നത്. 2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. ചിരിക്കാനും ഉണ്ട്, ഒരു ഫാമിലി. ഫേക്ക് ന്യൂസിൻ്റെ സ്പ്രെഡ് ചെയ്യുന്നതും അത് കാരണം ഒരുപാട് ജീവിതങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം നല്ലൊരു മെസ്സേജ് തരുന്നൊരു മൂവിയായിരുന്നു. ആകില്ല, കുഴപ്പമില്ല. ദിലീപ് തിരിച്ചു വന്നെന്ന് തോന്നി. നല്ല സിനിമ, കോമഡിയൊക്കെ കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. കുറച്ച് നാളിന് ശേഷം കണ്ട നല്ലൊരു സിനിമയാണ്. കുഴപ്പമില്ല, നല്ല എൻ്റർടൈനിങ് ആണ്. കോമഡി ഉണ്ട്, ലാഗ് ഒന്നുമില്ല, ഒട്ടും ലാഗില്ല, കുഴപ്പമില്ല. ദിലീപ് തിരിച്ചു വന്നെന്ന് തോന്നി. കൊള്ളായിരുന്നു. പടത്തിൽ കൊണ്ട് നല്ല പടമാണ്, എല്ലാവരും കാണാൻ നല്ല ഫാമിലി എൻ്റർടൈനറാണ്. മെസ്സേജ് നല്ലൊരു മെസ്സേജ്. ഇപ്പം തന്നെ ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു. അതായത് സ്പ്രെഡ് ചെയ്യുന്നതും അത് കാരണം ഒരുപാട് ജീവിതങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം നല്ലൊരു മെസ്സേജ് തരുന്നൊരു മൂവിയായിരുന്നു. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാനുള്ള പടം സൂപ്പർ. കൊള്ളാം, നല്ല സിനിമ, കോമഡി ഇഷ്ടപ്പെട്ട്. കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. നല്ല സിനിമയാണ്. 2.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. ചിരിക്കാനും ഉണ്ട്, ഒരു ഫാമിലി ആയിട്ടിരുന്ന് കാണാം. സിനിമ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡി ആയിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. അത്യാവശ്യം കഥയൊക്കെ ഉണ്ട്. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് നല്ലത്. കൊള്ളാം. ഇത് കുഴപ്പമില്ല, പടം കുഴപ്പമില്ല, പടം സൂപ്പർ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് ഇതുണ്ട്. നമ്മുടെ ലൈഫിൽ സോഷ്യൽ ഇതുണ്ടാവുമല്ലോ, അത് കൂടുതൽ പറയുന്നത്. സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അതിൽ നെഗറ്റീവും പോസിറ്റീവ് ഉണ്ട്. പക്ഷെ അത് കൂടുതൽ നമ്മളതൊരു കാര്യം ഉൾക്കൊണ്ടിട്ട് വേണം നമുക്കൊരു മറുപടി പറയാനായിട്ട്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ പറഞ്ഞിട്ട് വേണം. അതൊരു നല്ലൊരു ലെസൺ ഈ പിക്ചർ തരുന്നുണ്ട്. ഒരു നല്ലൊരു മൂവി. കുഴപ്പമില്ല, നല്ല പടം, ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല. ദിലീപിന് നല്ല ആയിട്ട് കൊള്ളാം, അടിപൊളി പടം. നല്ല സിനിമ, സൂപ്പറായിട്ടുണ്ട്. ദിലീപിൻ്റെ രണ്ടാമത്തെ തിരിച്ചുവരാൻ അടിപൊളി സിനിമ, എല്ലാവർക്കും സന്തോഷമായിട്ടിരുന്ന് കാണാം. അതെ, അത് കറക്റ്റാണ്, കരഞ്ഞു പോവും. സൂപ്പർ സിനിമ. കോമഡിയാണ്, ഫുൾ കോമഡി. കൊള്ളാം, നല്ലായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ല കോമഡി ഉണ്ടായിരുന്നു. കോമഡി ഉള്ളതുകൊണ്ട് തന്നെയാണ് വന്നത്. ദിലീപിൻ്റെ സിനിമയെല്ലാം കൂടുതൽ കോമഡി ആണല്ലോ, അത് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് വന്നത്. പുതിയ നായികയാണ്, സൂപ്പർ. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇപ്പൊ അഭിനയിച്ചതിൽ ഇത് നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല സിനിമ. ദിലീപിൻ്റെ ഒരു വെറൈറ്റി, ഇതുവരെ ഇറങ്ങിയ നല്ല വെറൈറ്റി സിനിമയുടെ തോന്നി. കൊള്ളാം. മെസ്സേജ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ബ്ലോഗർമാരുടെ ആ ഒരു ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതൊരു നല്ലൊരു മെസ്സേജാണ്. കൊള്ളാം, അടിപൊളി ഫിലിം, ടൈം പാസ് സൂപ്പർ. കുഴപ്പമില്ല, കണ്ടിരിക്കാം, നല്ല സിനിമ. എന്തായാലും ദിലീപ് 180ത്തെ മൂവി തന്നെ നല്ലൊരു കാഴ്ച നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും എൻജോയ് ചെയ്തു. നല്ല സിനിമ. ഞങ്ങൾ ശരിക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണത്. നല്ല പടം, നല്ല മൂവിയായിരുന്നു. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു മെസ്സേജ് തന്നെയായിരുന്നു. നല്ല സിനിമ, കൊള്ളാം. കൊള്ളാം, ഒരു കോമഡി ഫിലിം, ഒരു എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സിനിമയാണ്. കുറേ കാലമായി ഇങ്ങനെയുള്ള ഒരു കുടുംബ ചിത്രം കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു, കണ്ടിരിക്കാം. നല്ല പടമാണ്, നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട് നമുക്ക്. ഇങ്ങനെയുള്ള ഈ വ്ളോഗർമാർക്കെതിരെയുള്ള ഒരു മെസ്സേജ് തരുന്നുണ്ട്. മൂവിയായിരുന്നു. പടത്തിന് ദിലീപിൻ്റെ നല്ല ആക്ടിങ് ആയിരുന്നു, നല്ലൊരു ഫാമിലി മൂവി, നല്ല സ്റ്റോറിയുള്ള ഒരു മൂവിയായിരുന്നു. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഫെമിലിയർ ആയിട്ട് നിൽക്കുന്നതിന് ഒരു നല്ലൊരു മെസ്സേജ് മൂവിയായിരുന്നു. തിരിച്ചുവരവ് സൂപ്പർ പടമാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ചില റിവ്യൂസർമാർ പറയണുണ്ട് ദിലീപിൻ്റെ ഓവർ ആക്ടിങ് ആണ്, അഭിനയമാണെന്ന്. എന്തൊരു ഉദ്ദേശിച്ചിട്ട് പറയണമെന്ന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇങ്ങനെ കുറേ നാൾക്ക് വെച്ച ഒരു നല്ലൊരു പടം.
ചെറിയ ലാഗ് കണക്ക് തോന്നിയാലും പക്ഷേ നല്ല എൻഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്, ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പടം. കൊള്ളാം. ആ കോമഡി സൂപ്പർ. സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. ദിലീപായിരുന്നു. ആ കോമഡിയായിരുന്നു. നല്ല മൂവിയായിരുന്നു, പ്രത്യേകിച്ച് വേറെ ഒന്നും പറയില്ല. നല്ല അഭിനയമായിരുന്നു. നല്ല പടം, നന്നായിട്ടുണ്ട്. ചിരിക്കാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ വന്നപ്പോൾ ചെറിയൊരു വിഷമമായി. നല്ലൊരു മെസ്സേജായിരുന്നു. ഇപ്പോഴത്തെ ഇതിനൊരു മെസ്സേജായിരുന്നു. ഇപ്പോഴത്തെ യൂത്തിനൊരു മെസ്സേജാണത്. കൊള്ളാം. അതെ, നല്ല പടമായിരുന്നു. നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയായിരുന്നു. ശരിക്കും പടം എടുത്തു പറയാൻ തോന്നിയാണ് എടുത്തു പറയാനായിട്ട് ദിലീപിന് നല്ല തിരിച്ചു വരവായിരുന്നു. ഇല്ല, ഒരുപാട് നല്ല മെസ്സേജസ് ഉണ്ട്. നല്ലൊരു മൂവിയായിരുന്നു, നല്ല സ്റ്റോറിയായിരുന്നു, നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു, നല്ലൊരു തിരിച്ചു വരവാണ്, നല്ല ആക്ടിങ് ആയിരുന്നു. നമുക്ക് ഒരു ലാഗോ അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. നല്ലൊരു മൂവിയായിരുന്നു. അതെ, നമുക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. മൂവി കണ്ടിട്ടാണ് നല്ലൊരു പടം കണ്ടു എന്നുള്ളൊരു ഫീലുള്ളൊരു മൂവിയായിരുന്നു.